ഹായ്. നല്ല മഴയൊക്കെ തുടങ്ങിയില്ലേ ഇപ്പോൾ? നമുക്ക് നല്ല തണുപ്പായി, നല്ല ചൂട്ടോടെ ഒരു സൂപ്പ് കുടിച്ചാലോ? നമുക്ക് വെജ് സൂപ്പ് ഉണ്ടാക്കാം ഇപ്രാവശ്യം. അപ്പോൾ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് അടിപൊളിയാണത്. ആ സൂപ്പ് അങ്ങോട്ട് നല്ല ചൂട്ടോടെ സിറ്റ് ഔട്ടിലിരുന്ന് നല്ല മഴയൊക്കെ കണ്ട് ഫാമിലിയുടെ കൂടി അങ്ങോട്ട് കുടിക്കുമ്പോണ്ടല്ലോ, ആഹാ സൂപ്പർ. അപ്പം നമുക്കത് സൂപ്പ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ സൂപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പം ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസ് കുറേ എടുത്തിട്ടുണ്ട്. ബീൻസ് ഇത്രയ്ക്ക് കേട്ടോ അളവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി കൂടുതലുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. ബീൻസ് ചെറുതായി അരിഞ്ഞത്, ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, ഇത് കാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കോളിഫ്ലവർ അരിഞ്ഞത്, സവോള ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, ഒരെണ്ണല്ല അതിൽ ഹാഫേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഓപ്ഷനാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇടണ്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഒരു 2 ടീസ്പൂൺ ഓയിൽ, 2 ടീസ്പൂൺ കോൺഫ്ലോർ ഉണ്ട്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി. കുരുമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ അത്. ഒരു 4 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണിത് സൂപ്പ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഇതുണ്ടാക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് ഏത് ഓയിലാണെന്ന് വെച്ചാൽ ഒഴിക്കാം. ഇതിൽ ശരിക്കും ഒലിവ് ഓയിലൊക്കെയാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇടണ്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഓവറായിട്ടത് ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കണം. ഓവർ കുക്കിംഗ് വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാൻ മതി. എനിക്ക് നമ്മുടെ ബീൻസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ. ഇതിലെല്ലാ വെജിറ്റബിൾസും ഇടാം കേട്ടോ. ഞാൻ എത്ര എടുത്തിരിക്കണമെന്ന് മാത്രം. തക്കാളിയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. എനിക്ക് നമ്മുടെ ക്യാരറ്റ് ചീവി വെച്ചിരിക്കുന്നത് കാപ്സിക്കം. നമ്മുടെ എല്ലാ വെജിറ്റബിൾസും നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സാൾട്ട് ഇട്ട് കൊടുക്കാം. സാൾട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വെച്ചിരിക്കുന്ന 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഒന്ന് നല്ലവണ്ണം തിളയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ വെജിറ്റബിൾസ് നല്ല തിള വന്നിട്ടുണ്ട്. ഈ തിളച്ചിട്ടൊരു 5 minutes ആണ് ഇതിൻ്റെ ടൈം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് നല്ല തിളച്ച് 5 minute കഴിഞ്ഞു. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ലൂസിനാക്കിയിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. താല്പര്യമുള്ളവർ ചെയ്യുക. ഇതിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ് ഇതൊക്കെ ഇടുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് ഇടാം. ബട്ടർ ഇടാം. ഞാനിവിടെ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് തിളയ്ക്കാം. അവിടെ കോൺഫ്ലോർ ഇട്ട് തിളച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുരുമുളക് ക്രഷ് ചെയ്തതാണ്. ഇതൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എരിവിന് അനുസരിച്ചിട്ട് ഒക്കെ ഇടുക. നമ്മുടെ സൂപ്പ് ശരിയായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഞാനിതിൽ കുറച്ച് മിക്സറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പം അത് നല്ല ഹെൽത്തിയാണ്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമുക്കിത് നല്ല ഒരു സൂപ്പായിട്ട് റെഡിയാക്കി കൊടുക്കാം. അപ്പം നല്ല മഴക്കാലത്ത് എല്ലാവരും കൂടിയിരുന്നിട്ട് നല്ല ചൂട്ടോടെ സൂപ്പൊക്കെ കുടിച്ച് സുഖമായിട്ടിരിക്കുക. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.